ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും. നിങ്ങൾ വടിയും നീട്ടിപ്പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങളോട് കട്ടക്കലിപ്പിലാണ് പ്രതിപക്ഷ നേതാവ്. ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ ഇടവേളയ്ക്കിടെ കേരള ഹൗസിൽ എത്തിയപ്പോഴായിരുന്നു പിണറായി വിജയൻ മാധ്യമങ്ങളോട് ക്ഷോഭിച്ചത്. വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് അഭിപ്രായം തേടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അദ്ദേഹം ക്ഷുഭിതനായത്. രാവിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി ഇറങ്ങിയപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് ക്ഷുഭിതനായിരുന്നു. കേരള ഹൗസിൽ നിന്നിറങ്ങി വാഹനത്തിൽ കയറുന്നതിനിടെ മാധ്യമപ്രവർത്തകർ വാഹനത്തിന് അടുത്ത് തടിച്ചുകൂടിയപ്പോഴാണ് അദ്ദേഹം കയർത്തത്. നിങ്ങൾക്ക് ന്യൂസ് വേണം എന്ന് വെച്ച് വാതിലടയ്ക്കണ്ടേ എന്നായിരുന്നു പിണറായി വിജയന്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ CPM-ലെ ഭിന്നാഭിപ്രായങ്ങളിൽ പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിണറായിയുടെ അതൃപ്തിയിലും EP ജയരാജനും KK ശൈലജയും PK ശ്രീമതിയും നിലപാടിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. അതിനിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ പിന്തുണ ആവർത്തിച്ച് MV ഗോവിന്ദൻ രംഗത്തെത്തി. ഇന്ന് AK ബാലനും തോമസ് ഐസക്കും രാഗേഷിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇത്തരം വിഷയങ്ങൾ നിലനിൽക്കെയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരിച്ചത്. വിഷയത്തിൽ CPM-ൽ ഭിന്നതയില്ലെന്നാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. MSCക്ക് കരാർ നൽകിയതിലല്ല പ്രശ്നമെന്നും സർക്കാരിന്റെ അറിവും അനുമതിയും വേണമായിരുന്നുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വിഴിഞ്ഞത്തിനെതിരല്ല, വ്യവസ്ഥകളാണ് പ്രശ്നം. CPM നിലപാടാണ് താൻ പറയുന്നതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെ അനുകൂലിച്ച് സംസാരിച്ച EP-യുടെ പ്രതികരണം താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു TP രാമകൃഷ്ണന്റെ മറുപടി. എന്തായാലും CPM-ൽ പുതിയ ചേരി രൂപം കൊള്ളുന്നു എന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. കണ്ണൂരിലെ 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ വിമർശനം യാദൃശ്ചികമല്ലെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ.